ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് തെളിയിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഉയർത്തിയ 50% തീരുവ യുദ്ധത്തിൽ പെട്ടുകിടക്കുമ്പോൾ പുതിയ മാർഗം തേടുകയാണ് കേന്ദ്രം. അതിനായി അമേരിക്കയുടെ പത്തിക്കടിക്കുന്ന പണിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കൂട്ടാനുള്ള തന്ത്രങ്ങളാണ് ഇന്ത്യ ആലോചിക്കുന്നത്. പ്രതിസന്ധി മറികടക്കാൻ വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം കൂടിയാലോചനകൾ തുടരുകയാണ്. അമേരിക്കയിൽ നിന്ന് മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് വ്യവസായികളും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. തുണിത്തരങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ 40 രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. കൂടാതെ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, നെതർലാൻഡ്, പോളണ്ട്, കാനഡ, മെക്സിക്കോ, റഷ്യ, ബെൽജിയം, തുർക്കി, UAE, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ വിപണിയും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യമായ ജപ്പാനും ഒക്കെയാണ് ഇന്ന് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അതായത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ആണ് ഒരു വ്യക്തിയുടെ ആയാലും രാജ്യത്തിന്റെ ആയാലും യഥാർത്ഥ കഴിവുകൾ പുറത്തു വരിക. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള രംഗത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഒരു ഇക്കണോമിക് ടൂളായ തീരുവ കൊണ്ട് അദ്ദേഹം ബിസിനസ് കളിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന 55.8% ഉൽപ്പന്നങ്ങൾക്കുമേൽ 50% തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇതെല്ലാം മറികടക്കാനാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി കൂട്ടുന്നത്. അമേരിക്കൻ വിപണി ചുരുങ്ങുമ്പോൾ അതിന്റെ പ്രത്യാഘാതം കുറയ്ക്കാൻ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ വിപണി സാധ്യതകൾ ആരായാൻ നിർബന്ധിതമാകും. ഇത് പല രാജ്യങ്ങളുമായി പുതിയ സൗഹൃദങ്ങൾക്ക് വഴി തുറക്കുന്നതാവും. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്കിൽ പോലും കുറവ് വന്നേക്കാം. ഇന്ത്യയുടെ 6.5% എന്ന GDP വളർച്ചാ നിരക്ക് 5.5% കുറയുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം ആഭ്യന്തര വിപണി കൂടുതൽ വികസിക്കും. ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവ് ഇത്തരം സന്ദർഭങ്ങളിൽ ഗുണകരമായാണ് ഭവിക്കുക. ഇന്ത്യ നിലവിൽ 220-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഈ 40 രാജ്യങ്ങൾ വൈവിധ്യവൽക്കരണത്തിൽ യഥാർത്ഥ താക്കോൽ വഹിക്കുന്നുവെന്നും പറയുന്നുണ്ട്. തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഇറക്കുമതിയിൽ ഇവ രണ്ടും ചേർന്ന് $590 ബില്യൺ പ്രതിനിധീകരിക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഒക്ടോബറോടുകൂടി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സജീവമായിട്ടുണ്ട്. ഇന്ത്യയുടെ GDP വളർച്ചയെ ബാധിക്കാനിടയുള്ള ട്രംപിന്റെ അധിക തീരുവ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗവും ചേർന്നിരുന്നു. ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മേഖലകളിലെ പ്രഖ്യാപനം ബാധിച്ചു കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ തീരുവ വലിയ തോതിൽ ബാധിക്കുന്ന ടെക്സ്റ്റൈൽ, സമുദ്രോൽപ്പന്ന മേഖലകൾ അടക്കം കേന്ദ്ര സർക്കാർ സഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 25% പിഴ തീരുവ അടക്കം മൊത്തം 50% തീരുവയാണ് ഇന്ത്യക്കെതിരെ പ്രസിഡന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണെന്നും ഇത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പിഴ തീരുവ നടപടി എന്നാണ് ട്രംപ് ആദ്യം വിശദീകരിച്ചത്. എന്നാൽ ഇന്ത്യക്കുള്ള അധിക തീരുവ റഷ്യൻ എണ്ണയുടെ പേരിൽ മാത്രമല്ലെന്ന് സമ്മതിച്ച അമേരിക്ക വ്യാപാര കരാർ ചർച്ച ഇന്ത്യ അനാവശ്യമായി നീട്ടിയത് കാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ ചില വിഷയങ്ങളിൽ കടുംപിടുത്തം പിടിക്കുകയാണ്. മെയ്യിൽ ഒപ്പിടുമെന്ന് പ്രതീക്ഷിച്ച കരാറാണ് ഇത്രയും നീണ്ടതെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കുറ്റപ്പെടുത്തി. കുതിച്ചുയരുന്ന ഒരു വലിയ സമ്പദ്ശക്തിയാണ് ഇന്ന് ഇന്ത്യ. സൂപ്പർ പവറുകളായി നിൽക്കുന്ന റഷ്യ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് അതത്ര രുചിക്കുന്ന കാര്യമല്ല. വികസിത രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും ഇന്ത്യയെ ഉൾക്കൊള്ളാനും ആശ്രയിക്കാനും തുടങ്ങുമെന്ന ഭയം ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് അവർ ഇന്ത്യയുമായി ഒരു ഉരസലിന് തന്നെ തയ്യാറായത്. അത് ഫലിക്കില്ലെന്ന് വന്നപ്പോഴാണ് അടങ്ങിയത്. അമേരിക്ക ഇപ്പോൾ തീരുവ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതും സമാനമായ വികാരത്താൽ തന്നെയാണ്. എന്നാൽ US-ന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന ശക്തമായ തീരുമാനമാണ് ഇന്ത്യ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. 7ാം കപ്പൽപ്പട അയച്ചു വിരട്ടുന്ന കാലമൊക്കെ പോയി എന്ന് അമേരിക്ക തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴി തുറക്കുമെന്നത് സത്യമാണ്.